റൊമാൻറ്റിക്കാണെന്ന് അറിയില്ലല്ലോ. അതെങ്ങനെ അറിയാതിരിക്കും ബ്രോ? ഇത് പാടുന്നതല്ലേ അറിയാതിരിക്കോ? പടത്തിൽ കുറച്ചും കൂടി എന്നെ കുറച്ചും കൂടി എന്റെ ലൈഫിലുള്ള റൊമാൻസിന്റെ അത്ര ഒന്നും പടത്തിൽ വന്നു. അങ്ങനെ agree ചെയ്യുന്നു. പടത്തിൽ നല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മളതിനെ ഒന്നും കൂടെ കണ്ട് കാണാൻ പറ്റും. ഇന്നാളെ ഇല്ലില്ല ഇന്നാളെ ബ്രോ പടം കുഴപ്പമില്ല. പിന്നെ എനിക്ക് സ്വത്തിനെ കാണാൻ പറ്റുന്ന വന്നപ്പിന്നായിട്ടുള്ള ആദ്യത്തെ ഒരു മൂവിയും കൂടെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തൊരു മൂവി വരുന്നുണ്ട്. എനിക്ക് ഓണത്തിനാണ് തോന്നുന്നു ഇറങ്ങുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളൊരു മ്യൂസിക് ആൽബം നെക്സ്റ്റ് മന്ത് ഇറങ്ങുന്നുണ്ട്. എന്തായാലും അത് നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അത് എനിക്ക് പറയാം. ഓക്കെ, മൂവിയുടെ കാര്യമൊക്കെ ഇവിടെ പറയട്ടെ. ഞങ്ങളെ ചിലപ്പോ ഫ്യൂച്ചറിൽ വന്നേക്കാം. സോങ്ങൊക്കെ ഇഷ്ടപ്പെട്ടാ? ആ ഫസ്റ്റ് സുമിത്തുമായിട്ടുള്ള സോങ് ഉണ്ട്, അത് സുഹൃത്തോടെ പോണ്ട്. എങ്ങനെയാണ് സ്ക്രീനിൽ കണ്ടപ്പോൾ അനുഭവം? കട്ടപ്പാടത്തെ മാതിരി പറയാനുള്ള ഒരു അറിവ് എനിക്കില്ല. അത് എങ്ങനെയോ ഉണ്ട്, പക്ഷെ അത് പുറത്തേക്ക് എങ്ങനെ ഏത് ഭാഷയിൽ ഏത് രീതിയിൽ പറയണമെന്ന് പറഞ്ഞില്ല. ഭയങ്കര ഫീലിംഗ് ഉണ്ട്. പിന്നെ എന്നെക്കാളും ഇനി പറയാനുള്ള രണ്ടുപേരുടെ പേരാണ്. ഒന്ന് ഫൈസൽ സാർ, പിന്നെ കപ്പിത്താൻ, രണ്ട് വിനോദേട്ടൻ. ഞാൻ ഭയങ്കര ഫാനായിപ്പോയി, ഭയങ്കരമായ ഫാനാണ്. ആക്ടിങ് ഞാൻ നിർത്തിക്കൊണ്ട് പറഞ്ഞതല്ല, ഞാൻ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് എൻ്റെ മുഖത്ത് കളത്തരമില്ല, വളരെ ജെന്യൂനായിട്ട് പറയണം. ആക്ടിങ് കണ്ടിട്ട് ഒന്നുമല്ല, എനിക്ക് ഭയങ്കരമായിട്ട് പറയാനുണ്ട്. നല്ല സൂപ്പർ, കണ്ടിരുന്ന് പോകും നമ്മൾ. ഞാൻ അഭിനയിക്കണമെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റുള്ള ആള് അതുപോലെ ആയിരിക്കണം. അത് എനിക്ക് ശരിക്കും നന്നായിട്ട് ഫീൽ ചെയ്തു. ഈ സംസാരം അങ്ങനെ സംഭവിച്ചു. എൻ്റെ ഓപ്പോസിറ്റിൽ വരുമ്പോൾ അവനെ ഞാനൊന്ന് ഹഗ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ ഹാർട്ട് ബീറ്റ് എനിക്ക് ശരിക്കും കിട്ടും. അപ്പോൾ ശരിക്കും എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ശരിക്കും ഒരു അച്ഛനും മോനും തമ്മിലുള്ള വൈകാരികത വളരെ ഭംഗിയായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. അതുപോലെ അമ്മയും അവനും തമ്മിലുള്ള ഇൻറ്റിമസിയും ഒരാൾ കൂടുതൽ സ്നേഹം കാണിക്കുന്നത്. ആ സ്നേഹം എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഞാനിപ്പോഴും കഷ്ടപ്പാടും ദാരിദ്ര്യമായിട്ട് നടക്കുന്ന ഒരു അച്ഛനാണ്. പക്ഷെ എന്തായാലും ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ വെച്ചിട്ട് എനിക്ക് ലഭിച്ച ഏറ്റവും പെർഫോം ചെയ്യാൻ പറ്റിയ നല്ലൊരു കഥാപാത്രമാണ് കുഞ്ഞിനാണ്. അതിന് ഞാൻ ഫൈസലിനോടാണ് നന്ദി പറയുന്നത്. കാരണം എൻ്റെ വീട്ടിൽ വന്ന് ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം എന്ന് പറഞ്ഞ് വന്ന ആളാണ്. അയാളെ കൊണ്ട് ഞാനൊരു സിനിമ ആഗ്രഹിച്ചു. ആ സിനിമയാണ് ഇപ്പോൾ നമ്മൾ കണ്ടിറങ്ങിയ കൂടുതൽ വലിയ വാക്കുകളൊന്നും പറയാനില്ല. ചെറിയ സിനിമയാണ്, ചെറിയ ആളുകളുമാണ് സിനിമയ്ക്കകത്തുള്ളത്. ഫൈസൽ ആദ്യമായിട്ട് ചെയ്ത സിനിമയാണ്. അതിൻ്റെയൊക്കെ കുറേ പോരായ്മകളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്തായാലും വളരെ ഹൃദയസ്പർശിയായ ഒരു സിനിമയാണ്. വൈകാരിക ബന്ധമുള്ള, ശരിക്കും കുടുംബസമേതം ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു മോട്ടിവേഷനും ഈ സിനിമയിലുണ്ട്. ഏത് രോഗത്തിൽ നിന്നും ഒരു ഒളിച്ചും വന്നിട്ട് പിന്നെ മറ്റൊരു ലെവലിലേക്ക് എത്തുന്ന ഒരവസ്ഥ, അത് ഏതൊരു പിതാവിനും കുടുംബത്തിനും നാട്ടുകാരും സന്തോഷമുണ്ടാകുന്ന കാര്യം. പിന്നെ ഇതില് വലിയ സൂപ്പർ സ്റ്റാറുകളൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും ഇത് ഇവര് എന്തുകൊണ്ടും ആപ്റ്റായിരുന്നു ആ കഥാപാത്രം ചെയ്യാൻ. ഈ ഒരു പുതിയ ഒരുപാട് പുതിയ ആൾക്കാർക്ക് നമ്മൾ അവസരം കൊടുത്തിട്ടുണ്ട്. അവർക്കിത് സൂട്ടായിരുന്നു ആ കഥാപാത്രം എന്ന് ബോധ്യമാവും. ഒരുപാട് പ്രണയ രംഗങ്ങളും കോമഡിയും ഒരുപാട് ഹൃദയസ്പർശിയായ നിമിഷങ്ങളുള്ള നല്ലൊരു സിനിമയാണ്. 43 കേന്ദ്രങ്ങളിലാണ് ഇന്ന് സിനിമ റിലീസായിട്ടുള്ളത്. എല്ലാവരും ഈ ഒരു കൊച്ചു ചിത്രത്തെ ഇരുകൈ നീട്ടി സ്വീകരിച്ചതായിട്ട് എല്ലാ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ടുകൾ വരുന്നു. ഇത് നിങ്ങളും കൂടി, നിങ്ങൾ കാണുന്നവരൊക്കെ നെഞ്ചിലേക്ക് സ്വീകരിക്കണം അഭ്യർത്ഥിക്കുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. രണ്ടുപേരുടെയും താരജോഡികൾ എന്തായാലും ക്ലിക്കാവും. സിനിമയില് സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം ആ ഒരു ഷോട്ട് വരികയും വിനോദേട്ടന്റെ നല്ല തകർത്ത അഭിനയമുണ്ട്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മിസ്സാക്കരുത്. അതിഗംഭീരമായ വിനോദേട്ടൻ, സുമിത്ത്, നീമ മാത്യു, ഒരുപാട് പുതിയ ആൾക്കാർ, വിജയകാരന്തൂര്, ശിവജി ഗുരുവായൂരുടെ എല്ലാവരുടെയും ഗംഭീരമായ ഒരു പെർഫോമൻസ് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. താങ്ക് യു വെരി മച്ച്.
അപ്പുറത്തെ മാന്ത്രികലിലെ ഒരു നായക വേഷം. എനിക്കതല്ല പറയാനുള്ളത്. എനിക്ക് വിനോദ് സാറിന്റെ ക്യാരക്ടറാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നത്. കണ്ടുപഠിക്കണമായിരുന്നു അത്. എൻ്റെ മനസ്സിൽ ഞാനല്ല, കിച്ചു എന്നുള്ള കഥാപാത്രം, സുമിത്തൻവി എന്ന് പറയുന്ന വ്യക്തിയല്ല എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. സീരിയസ് ആയിട്ട് പറയാം, വിനോദ് സാറിന്റെ പെർഫോമൻസ് മാത്രമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. എങ്ങനെ അഭിനയിക്കാം, എങ്ങനെ ചില സാധനങ്ങൾ ഡയലോഗ് ഇല്ലാതെ പ്രസന്റ് ചെയ്യാം, ഇതൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. ഇതും പടം ഞാൻ ഇനിയും പോയി തിയേറ്ററിൽ പോയി ഇനിയും കാണും. എനിക്ക് വേണ്ടിയിട്ട് അല്ല ശരിക്കും പറഞ്ഞത്, എനിക്കും കൂടി വേണ്ടിയിട്ടാണ്. എങ്കിൽ പോലും എനിക്ക് അദ്ദേഹത്തിന്റെ കണ്ടു മതിയായിട്ടില്ല ആക്ടിങ്. ഞാനോ അല്ല, എൻ്റെ ഇതിപ്പോ ഇറങ്ങിയത് വെച്ചിട്ട് 3ാമത്തെ പടമാണ്. ഫസ്റ്റ് പടം അഖിൽ മാരാർ സാറിന്റെ താത്വിക അവലോകനം, പിന്നെ പിങ്ക് പീറ്റർ സാറിന്റെ യുവ മൂവിയൊക്കെ ചെയ്ത സാറിന്റെ ചിത്രമാർത്തണ്ട. ഇപ്പൊ ഈ പടം, പിന്നെ 1-2 പടങ്ങൾ ഡബിങ് ചെയ്യാൻ ബാക്കി നിൽക്കുന്നുണ്ട്.